ഇത് ഓസ്മോ 3 ആണ്. ഇതിൻ്റെ കോംബോ ആണ് ഇത് മേടിച്ചിരിക്കുന്നത്. ഇത് 2 ടൈപ്പ് ഉണ്ട്. ഹലോ മച്ചന്മാരെ, വെൽക്കം ടു റിട്ട വ്ളോഗ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് സുഖമാണ്. ഞാൻ നിങ്ങളൊരു പുതിയൊരു പ്രൊഡക്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് വന്നത്. ഞാൻ ഇത്രയും നാൾ ഫോണിങ്ങനെ കയ്യിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അകലത്തിലൊക്കെ പിടിച്ചിട്ടാണ് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നത്. ഇനി മുതൽ അങ്ങനെ ഒരു സംഭവമില്ല. ഇനി മുതൽ ഞാൻ അതിനുവേണ്ടി ഒരു പുതിയൊരു സാധനം മേടിച്ചു. ഞാൻ ആദ്യമായിട്ട് ജോലി കിട്ടിയപ്പം മേടിക്കണമെന്ന് കരുതി മേടിച്ചൊരു സാധനമാണ്. ഇതാണ് നമ്മുടെ സാധനം. ഇതാണ് DJI Osmo 3. ഇതൊരു പൊളി സംഭവമാണ്. ഇതെല്ലാവരും യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. ഇനി തൊട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ നീട്ടി പിടിക്കൊന്നും വേണ്ട. ഇത് ഭയങ്കര കിടുവൊരു ഐറ്റമാണ്. പക്ഷേ എനിക്കിതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയാൻ അറിയത്തില്ല. എങ്കിലും ഞാൻ കടയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറയാൻ പോകുന്നത്. ഇത് DJI എന്ന് പറയുന്നതിൻ്റെ പ്രൊഡക്റ്റാണ്. ഇത് DJI Osmo 3 ആണ്. ഇത് നമ്മുടെ ഗിംബൽ എന്ന് പറയുന്നൊരു സാധനമാണ്. ഇതിന് ഇവിടെ $139 ഇതിൻ്റെ വില. ഇതിൻ്റെ ടാക്സും കാര്യങ്ങളും എല്ലാം കൂടെ വരുമ്പോൾ $155 ഇതിൻ്റെ വില. ഞാൻ ഇപ്പോൾ പോയി മേടിച്ചിട്ട് വന്നതേ ഉള്ളൂ. ഇതാണ് ഷോപ്പ്, വിഷൻസ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ഷോപ്പ്. ഞാൻ ഇപ്പോൾ പോയി സാധനം മേടിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 138. സോറി, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. 139 അല്ല, 138. പിന്നെ ഇതിൻ്റെ ടാക്സ് എന്ന് പറഞ്ഞാൽ $17.94 അത്രയും ടാക്സ് എക്സ്ട്രാ കൊടുക്കണം, $17. പിന്നെ ടോട്ടൽ നമുക്ക് വരുമ്പോൾ $155.94. ഓസ്മോ മൊബൈൽ 3 കോംബോ എന്ന് പറയുന്നൊരു സാധനമാണിത്. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട്, പിന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റാൻഡ് പോലുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് അതിൻ്റെ കവർ, 2 കവറ്, പിന്നെ പവർ കേബിള്, പിന്നെ ഒരു സ്ട്രിപ്പ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്. ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതിൻ്റെ ഗൂഗിൾ പ്ലേയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. ആപ്പിൾ യൂസ് ചെയ്യുന്നവരാണ് ആപ്പിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് വേണം ഇത് വർക്ക് ചെയ്യാനൊക്കെ. ഇതാണ് സംഭവം. ഞാൻ ഇത്രയും നാൾ വീഡിയോ എടുക്കാൻ നേരത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനിങ്ങനെ വീഡിയോ ക്യാമറയിലൊക്കെ ചാരി വെക്കും, അല്ലെങ്കിൽ വൈഫിനെ വിളിക്കുക, അവളെ കൊണ്ട് ഫോൺ ഇങ്ങനെ കയ്യിൽ കൊടുത്ത് പിടിച്ചു നിർത്തും. അങ്ങനെയൊക്കെയാണ് ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടൊക്കെ തന്നെയാണ് വീഡിയോ എടുത്തത്. അപ്പോഴേ ഞാൻ വിചാരിച്ചാണ് ജോലി കിട്ടുമ്പോൾ ഈ ഒരു സാധനം മേടിക്കണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞാനത് മേടിച്ചു. സംഭവം ഇനി ഞാനിത് പൊട്ടിക്കാൻ പോവാണ്. ഇത് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ചൈനയുടെ പ്രൊഡക്റ്റാണ്. ഇവിടെ കണ്ടോ, മെയ്ഡ് ഇൻ ചൈന ആവുന്നുണ്ടായിരിക്കും. ഞാൻ കൈ കൊണ്ട് എടുക്കുന്നതിൻ്റെ ഉള്ള ബുദ്ധിമുട്ട് വീഡിയോ എനിക്ക് ശരിക്കും പിടിക്കാൻ പറ്റത്തില്ല. വേറൊരാളുടെ ഒരു ഹെൽപ്പ് ചോദിക്കേണ്ടി വരും. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണാം. പക്ഷേ ഈ സാധനം വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊരു സംഭവമാണ്. ഞാനിപ്പോൾ ഇതിനും പൊട്ടിക്കാൻ പോവാണ്. ഇതിൻ്റെ മുകളിലൊരു പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇളക്കി പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു അതിൻ്റെ ഇത് വന്നത് എന്തൊക്കെ. ഇതാണ് സാധനം. ഇതാണ് അതിൻ്റെ ഒരു ബോക്സ് എന്ന് പറയുന്നത്. ഇത് നോർമൽ DJI ഓസ്മോയ്ക്ക് വരുന്നതിൻ്റെ അകത്ത് ഇതില്ല. ഇത് കോംബോ മേടിക്കുമ്പോൾ മാത്രമേ ഈ സാധനം കിട്ടത്തുള്ളൂ, ഈ ബോക്സ്. ഇനി ഇതിൻ്റെ ഇവിടെ സിബ്, സാധനം ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ സാധനം. അതിനകത്ത് കുറേ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓണാക്കുന്നത്, എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട്. ഇതതിൻ്റെ എന്തോ സിലിക്ക ജെല്ല്. പിന്നെ ഇതിൻ്റെ കൂടെ വന്നൊരു കവറാണ് ഇത്. ഇതെവിടെ തുറക്കുന്നേ? എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്തായിരിക്കും നമ്മുടെ ട്രൈപോഡും ചാർജറും കാര്യങ്ങളും എല്ലാം വരുന്നത്. അതിൻ്റെ കൂടെ ഉള്ളൊരു സാധനമാണ് ഈ ഒരു സ്ട്രിപ്പ്, പിന്നെ എന്തോ ഒരു സ്റ്റിക്കർ പോലുള്ള സാധനം. പിന്നെ ഇതാണ് നമ്മുടെ ട്രൈപോഡ് സാധനം. ഇത് നമുക്ക് ഈ കോംബോ മേടിക്കുമ്പോൾ മാത്രമേ ഈ ട്രൈപോഡ് കിട്ടത്തുള്ളൂ. നോർമലിലൂടെ ഇത് ഉണ്ടാവത്തില്ല. ആണോ, നമുക്ക് ഇങ്ങനെയൊക്കെ വെക്കാൻ വേണ്ടിയുള്ളതാണ്. എവിടെയെങ്കിലുമൊക്കെ ചരിച്ചോ ആണോ. പിന്നെ അതിൻ്റെ ഒരു കേബിള്, പിന്നെ അതിൻ്റെ എന്തോ
ഇതിൻ്റെ എന്താണ് സംഭവം എന്നൊക്കെ എഴുതിയിരിക്കുന്നൊരിത് ഒന്നുകൂടെ ഉണ്ട്. ഇതാണ് അതിൻ്റെ ഇത് നോക്കിയാണ് ഇത് വായിച്ച് പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്നുള്ളത്. ഇതെന്തുവാ ഒരു സാധനം, ഇതെന്തുവാ ഒരു സാധനം. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു, അതായിരുന്നു തോന്നുന്നു. ഇവിടാണ് ഞെക്കി പിടിക്കേണ്ടത്. അന്നേരം അത് ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇനി ഈ സാധനം നോക്കുന്നത് എങ്ങനെയായിരിക്കും? ഒരു അനക്കമൊന്നുമില്ലല്ലോ ഇതിന്. ചേട്ടാ സാധനം മേടിച്ചിട്ട് ഇതിൻ്റെ പണി എങ്ങനെ നടത്തില്ല. ഇവിടെ ഒരു ജോയ്സ്റ്റിക്ക് പോലത്തെ ഒരു സ്വിച്ചാണ്. ഇവിടെ ഇതാണ് ഓണാക്കുന്നത്. ഇതാന്ന് തോന്നുന്നു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ സ്വിച്ച്. എന്നാൽ ഈ സാധനം എങ്ങനെ പൊക്കുന്നത്, ഞാൻ എങ്ങനെയാണ് പൊക്കുന്നതെന്നുള്ളത് ഞാൻ പഠിച്ചു. ഇത് ഇവിടുന്ന് ഇങ്ങനെ മേലോട്ട് പൊക്കണം. ഒരു സൈഡിൽ നിന്ന് നേരെ മേപ്പോട്ടാണ് ഇത് പൊക്കേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ ആവും. ഇനിയിപ്പോൾ നമുക്കിവിടെ ക്യാമറ സെറ്റ് ചെയ്യാം. കാരണം ഇത് ബാലൻസിങ് ആയിട്ടില്ല. ഇത് ബാലൻസിങ് ആവണമെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ കറക്റ്റ് ഇതിൻ്റെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതുണ്ട്, ഇതിങ്ങനെ ആടിക്കൊണ്ടിരിക്കും. വീടായിരിക്കാൻ വേണ്ടി നമുക്ക് കയ്യിൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ യൂസ്. ട്രൈപോഡ് നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത്. ആ സ്റ്റാൻഡിൽ നമ്മുടെ ഗിംബൽ ഇരിക്കുന്നു. അപ്പം ഞാൻ അതിൻ്റെ താഴത്തെ ട്രൈപോഡെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇരിപ്പുണ്ട്. ഇനിയിപ്പം നമ്മളിത് ഓൺ ആക്കുന്നതിന് മുമ്പ് നമ്മൾ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് DJI മിമോ എന്ന് പറയുന്നൊരു ആപ്പുണ്ട്, അത് ഡൗൺലോഡ് ചെയ്യണം. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഓൺ ബട്ടൺ. ഇതിൽ ഞെക്കി ഇന്ന് പിടിച്ച് കഴിയുമ്പോൾ ഒരു ചെറിയൊരു സൗണ്ട് കേൾക്കും. ആ ബീപ്പ് സൗണ്ട് കേട്ട് കഴിയുമ്പോൾ നമ്മൾ നേരെ ആപ്പിൽ പോയിട്ട് ആപ്പിൽ ഇത് സെർച്ച് ചെയ്യണം. അപ്പം ഇത് ആപ്പിൻ്റെ അത് കാണിക്കും. ഇവരൊക്കെ അപ്ഡേറ്റ് ചെയ്യണമായിരുന്നു, അതെല്ലാം അപ്ഡേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഈ സാധനം സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ സാധനം ഇതാണോ, ഇങ്ങനെയാണ് ഇത് പൊക്കുന്നത് മേലോട്ട്. സൈഡിൽ നിന്ന് വേണമെങ്കിൽ പൊക്കാം മേലോട്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മളിത് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ ഇങ്ങനെ ഒരു റെഡ് കളർ മാർക്കും യെല്ലോ കളർ മാർക്കും കാണും. ഈ റെഡ് കളർ സൈഡിലോട്ട് വരുന്നിടത്താണ് നമ്മുടെ ക്യാമറ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ വേണം ക്യാമറ സെറ്റ് ചെയ്യാൻ. അപ്പം ബാക്കി ഇനി ഞാൻ ക്യാമറ സെറ്റ് ചെയ്തിട്ട് വീഡിയോ ഒക്കെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കണ്ടോ, നോർമലായിട്ട് ഞാൻ ഗിംബൽ ഇല്ലാതെ എടുത്തേക്കുന്ന വീഡിയോ ആണിത്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ വീഡിയോയ്ക്ക് അത് എൻ്റെ കൈ ഇങ്ങനെ അനങ്ങുന്നതും ഉള്ളതെല്ലാം. അപ്പം ഗിംബൽ വെച്ച് കഴിയുമ്പോൾ ഉള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ക്യാമറ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ സാധനം നമുക്ക് ഇത് കണ്ടോ, ഇതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നൊരു സാധനമാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ അകത്താനൊക്കെ പറ്റും ഇത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ ക്യാമറ ഇതിലോട്ട് വെക്കാൻ പോവാണ്. ഫോണിൻ്റെ ക്യാമറ ഡയറക്ഷൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഇനി ഞാൻ ഇത് ക്യാമറ ഇതിലോട്ട് വെച്ചിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ കാണിക്കും. അപ്പം ഞാൻ ഇതിനകത്തിട്ട് ഒരു നോർമൽ ഫോണാണ് വെച്ചേക്കുന്നത്, കണ്ടോ. അപ്പം നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്യാതെ വരുമ്പോഴാണ് ഈ സാധനം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നതെന്ന് തൂങ്ങിക്കിടക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് കാണോ, ഞാൻ മുന്നേ പറഞ്ഞതിൻ്റെ തൊട്ട് ഇതിൻ്റെ ബാക്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് പ്രൊപ്പോർഷൻ എല്ലാം കറക്റ്റ് ആവണം, എങ്കിലേ ഈ ക്യാമറ സ്റ്റേബിളായിട്ട് ഇരിക്കത്തുള്ളൂ, സ്റ്റഡി ആയിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പം അതാണ് ബാക്കി ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്.
ഇപ്പം നമ്മുടെ ക്യാമറ ഏകദേശം സെറ്റായിട്ടുണ്ട്. എന്നാലും അത് ശരിയായിട്ടില്ല. ഇത് കറക്റ്റ് സാധനം ഇങ്ങനെ ഇരിക്കണം, എന്നാലേ അതിൻ്റെ ആ ഒരു ഇത് വരത്തുള്ളൂ. ഇല്ലെങ്കിൽ കണ്ടോ, നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഇത് കറക്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കിലൊക്കെ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സൊക്കെ ചെയ്യണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യണം, എന്നാലേ ഈ സാധനം സ്റ്റഡി ആയിട്ടിരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഇത് സ്റ്റഡി ആയിട്ടല്ല ഇരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ചാർജ് പെട്ടെന്ന് തീരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിൻ്റെ കമ്പനി പറയുന്ന ചാർജ് എന്ന് വെച്ചാൽ 15 ഹവറാണ് ഇതിൻ്റെ ചാർജിങ് ഒക്കെ പറയുന്നത്. ഞാനിതിൻ്റെ ക്യാമറ സ്റ്റഡി ആക്കുന്നതിൻ്റെ ഒരു ഭയങ്കര പരിപാടിയിലാണ്. സാധനം സെറ്റ് ചെയ്തതാണ് ആണോ, ഇത് വീണ്ടും ഇങ്ങനെ കറങ്ങി തിരിഞ്ഞങ്ങ് പോവാണ്. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഗിംബലിൽ നിന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. അതിൻ്റെ ഒരു ക്യാമറയ്ക്കൊന്നും ഒരു ഷെയ്ക്കൊന്നുമില്ല. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അറിയാം, കണ്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്ന ഗിംബലിൽ നിന്നുള്ള വീഡിയോ ആണ്. സംഭവം ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ ഫുള്ള് റിമോട്ടുള്ള പരിപാടിയാണ്. നമ്മളിങ്ങനെ കൈ ഇങ്ങനെ നീട്ടി പിടിച്ച് ഫോണൊന്നും കൈ പിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കറക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറക്കാം. മേലോട്ട് പോകണമെങ്കിൽ മേലോട്ട് കാണിക്കാം, താഴോട്ട് പോകണമെങ്കിൽ ഇങ്ങനെ. ഇതാണ് സംഭവം ഇത്രയേ ഉള്ളൂ. ഭയങ്കര ഈസിയൊന്നുമല്ല ഇത്, ഭയങ്കര കഷ്ടപ്പാടാണ് പഠിക്കാൻ. എനിക്ക് കുറേ എന്തൊക്കെയോ പഠിക്കാനുണ്ട് ഇതിൻ്റെ അകത്ത്. പക്ഷേ എനിക്കിപ്പോൾ അതൊരു ഭയങ്കര ആശ്വാസമായിട്ട് തോന്നുന്നുണ്ട്. കാരണം കയ്യിലിങ്ങനെ ഫോൺ പിടിച്ച് നീട്ടി പോകണ്ട. ഇത് കാണുമ്പോൾ തന്നെ ഒരു ലുക്കുണ്ട്. ആൾക്കാർ വിചാരിക്കും കൊള്ളാം, ഇവൻ ഏതാണ്ട് ഭയങ്കര സംഭവമാണ്. അപ്പോൾ ഭയങ്കര ഹാപ്പിയിലാണ്, രസമുണ്ട് സംഭവം. ഇനി ഇതിൻ്റെ ബാക്കി സെറ്റിങ്സും കാര്യങ്ങളൊക്കെ പഠിക്കണം. എന്തോ നമ്മൾ ഫേസിനനുസരിച്ച് ഈ സാധനം മാറുമോ. സംഭവം കൊള്ളാം, അടിപൊളിയാണ്, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.